നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന ഞാൻ ആലോചിക്കുന്നത്. ഞാൻ നിന്നോടത് പറഞ്ഞിട്ടില്ലേ, നാളെ നിന്റെ അച്ഛൻ പറഞ്ഞിട്ട് ഒരു ജോത്സ്യരംഗ് വരുന്നുണ്ടെന്ന്. വൈകുണ്ഠമനയിൽ മാധവൻ തിരുമേനി. ഓ, മാധവൻ തിരുമേനിയോ? അതും വൈകുണ്ഠമനയല്ലേ? ആള് പ്രഗത്ഭനല്ലേ? അല്ല, പ്രശ്നം വെക്കാനും നമ്മുടെ ഇവിടുത്തെ കുഴപ്പങ്ങൾക്കൊക്കെ പരിഹാരം നിർദ്ദേശിക്കാനുമാണോ പുള്ളി വരുന്നത്? അതേനേ, ഹൈദരാബാദിൽ വെച്ചിട്ട് ഗോപിയേട്ടൻ പുള്ളിയെ കണ്ട് ഏർപ്പാടാക്കിയതാ. അല്ല, അതിനിപ്പോ എന്താ കുഴപ്പം? നാളെ വന്നോട്ടെ, നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. നമ്മളെല്ലാം ഇവിടെ ഇല്ലല്ലോ, അതാണ് പ്രശ്നം. ഞാനും അമ്മ എന്തായാലും കാണും. ഗൗതമിന് നാളെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ ഓഫീസ് അല്ലാതെ? എനിക്ക് വേറൊരു പരിപാടി ഉണ്ട്, പക്ഷേ വേണമെങ്കിൽ ഫ്രീ ആവാം. എനിക്ക് നിൽക്കാൻ പറ്റില്ല, അതാണ് പ്രശ്നം. അല്ല, അമ്മ ഇതിന് നാളെ അവിടെ പോകുന്നു? എടാ, നിന്നോട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ ആ മേടയിലെ ജാനകിയുടെ മോടെ വിവാഹമാണെന്ന്? അത് നാളെയാ. ഓ, ജാനകി ആന്റിയുടെ മോളുടെ വിവാഹമോ? മാലിയുടെ അല്ലേ? അവള് ഡോക്ടറെ കണ്ടല്ലേ? ആ, അത് തന്നെ. ടെറസില് തുണി എടുത്തോണ്ട് നിന്നപ്പോഴേ ഞാനത് ഓർത്തത് തന്നെ. ഓ, ഇനിയിപ്പൊ കല്യാണത്തിന് പോവോ ജോത്സ്യരെ കാത്ത് ഇവിടെ നിൽക്കോ? എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അല്ല, ആരാമ്മ ഈ ജാനകി ആന്റി? നിനക്കറിയില്ലേ ജാനകി ആന്റിയെ? മേടയിലെ ജാനകി ആന്റി. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്നോട് അവരെ കുറിച്ച്. അമേരിക്കയിലെ ഒരു സുരേഷ് കുമാർ. ആ, ഓർമ്മ വരുന്നുണ്ട്. ഈ പറഞ്ഞ മാലിനി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലല്ലേ MBBS ചെയ്തത്? അവരുടെ കല്യാണം ആയോ? പിന്നല്ലാതെ. സുരേഷ് എന്നെ ഫോണിൽ വിളിച്ച് കല്യാണം പറഞ്ഞതാ. ഇനിയിപ്പോ എന്ത് ചെയ്യും അമ്മേ? ആരെങ്കിലും ഒന്ന് പോയല്ലേ പറ്റൂ. മാധവൻ തിരുമേനി വരുമ്പോ എന്തായാലും ഞാൻ ഇവിടെ ഉണ്ടാവണം. കല്യാണത്തിന് പോയാൽ ശരിയാവില്ല. അത് ശരിയാ, തിരുമേനി വരുമ്പോ അമ്മ ഇവിടെ വേണം. ഒരു കാര്യം ചെയ്താലോ മോനെ, നിനക്ക് നാളെ കല്യാണത്തിന് പോകാൻ പറ്റുമോ? ഞാനോ? കല്യാണത്തിനോ? എന്താ കല്യാണം എന്ന വാക്ക് നീ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്? എടാ, പനങ്ങോട്ട് ഒരു റിസോർട്ട് ഉണ്ട്, ലവ് ലൈൻ. അവിടെ വെച്ച ഫംഗ്ഷൻ. നീ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് തല കാണിച്ചാ മതി. എന്നെ കൊണ്ടൊന്നും വയ്യ, അമ്മ ഒന്ന് പോയേ. എന്താ ഗൗതം, തിരുമേനി വരുമ്പോ അമ്മ ഇവിടെ വേണ്ടേ? ഗൗതമിന് നാളെ ഫംഗ്ഷൻ ഒന്ന് അറ്റൻഡ് ചെയ്താൽ എന്താ കുഴപ്പം? എനിക്ക് വയ്യ നിധി. ഞാൻ അവിടെ ചെന്ന് ഒറ്റയ്ക്ക് മിണ്ടാനും പറയാനും ആരും ഇല്ലാതെ പോസ്റ്റായിട്ട് നിൽക്കേണ്ടി വരും. എങ്കിൽ നീ ഒറ്റയ്ക്ക് പോണ്ട, നിധിയും കൂടെ വരും. അപ്പൊ പ്രശ്നം തീർന്നല്ലോ. ഞാനോ? എനിക്കെങ്ങും വയ്യ. അല്ലേലും ഞാനൊരാവശ്യം പറഞ്ഞാൽ നിനക്കത് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണല്ലോ. വേണ്ട, ആരും പോണ്ട. ഇനി ജാനകി വിളിക്കുമ്പോ അവളുടെ പരിഭവം ഞാൻ കേട്ടോളാം. അല്ല, നിധിയുടെ വരികയാണെങ്കിൽ ഞാൻ പോവാം. ഒറ്റയ്ക്ക് എന്തായാലും ഞാനില്ല. വേണ്ടട, നിധി വരില്ല. നീ അത് വിട്ടേക്ക്. അല്ലെങ്കിൽ ആ തിരുമേനിയോട് വരണ്ടെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞോളാം. അതൊന്നും വേണ്ട. ഗൗതമിനൊപ്പം ഞാനും കൂടി വരണം, അത്രയല്ലേ ഉള്ളൂ. കല്യാണത്തിന് ഞാനും വരാം, പ്രശ്നം തീർന്നില്ലേ? ജാനകിയുടെ മോളുടെ കല്യാണം ആയതുകൊണ്ടാ ഒഴിവാകാൻ പറ്റില്ല. ഏത് ജാനകിയുടെ മോളുടെ കല്യാണത്തിന്റെ കാര്യം ഈ പറയുന്നത്? നമ്മുടെ മാലിനിയുടെ കാര്യമാണോ എടുത്ത് ഈ പറയുന്നത്? അവളുടെ കല്യാണമായോ? ആയോന്നു? നാളെ കല്യാണമാ. ബന്ധുക്കളൊക്കെ ഇപ്പോഴാണോ അറിയുന്നേ? ആണോ ഏട്ടത്തി? മേടയിലെ ജാനകിയുടെ മോളുടെ കല്യാണക്കാര്യം തന്നെയാണോ ഏട്ടത്തി പറയുന്നത്? അതെ. അത് കൊള്ളാലോ. ഇന്നലെയും ജാനകി എന്നെ വിളിച്ച് 1/2 മണിക്കൂർ സംസാരിച്ചതാ. എന്നിട്ട് കല്യാണത്തെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയില്ലല്ലോ. മനഃപൂർവ്വം പറയാത്തതായിരിക്കും. ഇത് ഞങ്ങളുടെ ഫാമിലി മാറ്ററാ. അതിൽ നീ കയറി തലയിടാൻ നിക്കണ്ട. ഓ, എന്തായാലും ഇതങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പൊ തന്നെ ഞാൻ ജാനകി ഒന്ന് വിളിക്കട്ടെ. എന്തുകൊണ്ട് മാലിനിയുടെ കല്യാണം എന്നോട് പറഞ്ഞില്ലെന്ന് എനിക്ക് അറിയണമല്ലോ. എന്നെ ഒഴിവാക്കിയതിന്റെ കാരണം എന്താണെന്ന് അറിഞ്ഞേ പറ്റൂ. വസു, വേണ്ട. ഇനിയിപ്പൊ അത് ചോദിക്കാനൊന്നും പോണ്ടെന്നേ. എടുത്തൊന്ന് പോയേ. ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. അങ്ങോട്ട് കഴിക്കൂ ഗൗതം. നീ കുറച്ച് വെള്ളം എടുത്ത്. വെള്ളമല്ലേ ഇരിക്കുന്നത്? ഈ വെള്ളമല്ല, എനിക്ക് കുറച്ച് ചൂടുവെള്ളം വേണം. ചൂടുവെള്ളം കൊണ്ടുപോവാ. വല്ലാത്തൊരു പിടിവാശിയാണ് ഇപ്പൊ. അമ്മേ, എന്താ ചെയ്യാ? അവിടെ ചെല്ല്.
വസു വിളിക്കണ്ട. നീ ഇപ്പൊ ജാനകിയെ വിളിച്ച് എന്തെങ്കിലും ചോദിച്ചത് മോശമായി പോവും. വേണ്ട വസു, അത് വിട്ടേക്ക്. ജാനകി എന്നോട് കാണിച്ചത് മോശമല്ലേ ഏടത്തി? അവളെ ഏട്ടത്തിയെ വിവാഹത്തിന് ക്ഷണിച്ചു, ഗൗതമിന് ഫോൺ ചെയ്തും പറഞ്ഞു. ഒന്നും വേണ്ട, നേരിട്ട് തന്നെ ക്ഷണിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നെ വിളിച്ചൊന്ന് സംസാരിച്ചപ്പോഴെങ്കിലും എടി മാലിനിയുടെ വിവാഹമാണെന്നൊരു വാക്കെങ്കിലും പറയായിരുന്നല്ലോ.